ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിനക്ക് എന്നാ തോന്നി? നീ എൻ്റെ ആദത്തിനെ ഒരിക്കലും വെറുക്കില്ലടാ. നീ അവൻ്റെ വലം കൈയിട്ട് അവൻ്റെ കൂടെ തന്നെ വേണം. കാരണവരൊന്ന് പോയി. അവനെ ആരെ പ്രസവിച്ചാലും അവൻ ഞങ്ങളുടെ സഹോദരൻ തന്നെയാണ്. ഇത് അവനറിയുമ്പോൾ ഞങ്ങളിൽ നിന്ന് അകന്നു പോയാലും അവനെ പിടിച്ച് നിർത്തും ഞങ്ങൾ. എനിക്കത് കേട്ടാൽ മതിയടാ ജിമിനെ. ഒരിക്കലും ഇത് ആദ്യം അറിയാൻ ഇടവരരുതല്ലേ. അവൻ എൻ്റെ കുഞ്ഞു തന്നെയാ. അങ്ങനെ അറിഞ്ഞാൽ മതി. ആർക്കും പിച്ച് ചീന്താൻ വേണ്ടി ഞാൻ അവനെ ഇട്ട് കൊടുക്കത്തില്ല. അവൻ എങ്ങനെ പ്രൗഢിയോടെ ജീവിക്കുന്നു ഇപ്പം, അതുപോലെ തന്നെ ജീവിച്ചാൽ മതി. പിന്നെ വല്യപ്പച്ച എന്തായാലും ഇവിടെ വരെ വന്ന് അന്നെങ്കിൽ പിന്നെ നമുക്ക് രണ്ടെണ്ണം അടിച്ചിട്ട് പോയാൽ പോരായോ? എന്ത്? അതിന് ഞാനും നീയും മാത്രമല്ലേ വന്നത്? അങ്ങോട്ടേക്ക് പിന്നെ നീ രണ്ടെണ്ണം അടിച്ച് കീറിയിരുന്ന ആര് വണ്ടി ഓടിക്കും? ഈ വയസ്സാം കാലത്ത് എന്നെ കൊണ്ട് വണ്ടി ഓടിക്കാനൊന്നും പറ്റത്തില്ല. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഒരു റൂം എടുത്ത് നമുക്ക് ഇന്ന് കൂടാം ഇവിടെ തന്നെ. പൊന്നു മോനെ, റൂം എടുത്ത് കൂടെ ഞാൻ നിന്റെ കാമുകി ചെയ്യല്ലടാ. എന്തായാലും ശരി, വാ കൂടിയൊക്കെ ഇന്ന് ഇവിടെ. നിങ്ങളോട് ആരാ നീ ഇല്ലാവചനമൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി തരുന്ന? ഇല്ലാവചനം ആണോടാ ഇത്? എന്നിട്ടാണോ നീ ആ കൊച്ചിൻ്റെ വീട്ടിലേക്ക് രാത്രി പോയത്? നിങ്ങൾ കിസ് അടിച്ചെന്നൊക്കെ വന്നതിനോട് ഫിലിപ്പ് പറഞ്ഞു. ഇതെങ്ങോട്ടാണോ ഈ പോക്ക്? ആ കള്ള പ്രൊഫസർ അന്നേരം അവിടെ നിന്നാണ് ഈ ന്യൂസൊക്കെ അറിയുന്നത്. വെച്ചിട്ടുണ്ട് അവന് ഞാൻ. ദേ നിങ്ങളുടെ കൊച്ചുമക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ഡീസൻ്റ് ഞാനാ. ഓ, അതെനിക്ക് അറിയത്തില്ലായോ. അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ എൻ്റെ കൂടെ കൂട്ടിയേക്കുന്നത്. നിനക്കതിനുള്ള കഴിവൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. എനിക്ക് നമ്മുടെ ഫിലിപ്പിനെ ഇപ്പോൾ വന്ന് പേടി. ആദം പിന്നെയും ഡീസൻ്റ്. അവനെ കണ്ട് പഠിക്കണം നിങ്ങൾ. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഡീസൻ്റ് അവനല്ലായോ? ഇടയ്ക്കിടയ്ക്കാണെങ്കിലേ ആ ലിഫ്റ്റിലെ CCTV ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നല്ലതായിരിക്കും കേട്ടോ. ആ പാവ ഹലക്കൊച്ച്. അപ്പം നിനക്ക് അതൊക്കെയാണ് പരിപാടി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ സ്വകാര്യതയിലേക്ക് നീ ഇടിച്ച് കയറിയേക്കരുതെന്ന്. ആ CCTV ഒക്കെ ഞാൻ എപ്പോഴേ കട്ട് ചെയ്തു ലിഫ്റ്റിലെ. അതെന്നെ അങ്ങനെ. ഒരു ഫോട്ടോ ലീക്കായതിൻ്റെ പേരിൽ എൻ്റെ ഹലക്കോ ചിത്രം അനുഭവിച്ചത്. അതിൻ്റെ പേരിൽ ഇനി ഇതും കൂടെ ആൾക്കാർക്ക് ഇട്ട് കൊടുക്കണ്ടല്ലോ. അത് തന്നെ. പിന്നെ അവൾ എൻ്റെ കൊച്ചുമോള് തന്നെ ആടാ, അത് നീ മറക്കരുത്. ബാ. ഇതെന്താ ഇങ്ങനെ മയക്കം വരുന്നു? ആദത്തിനോട് പറഞ്ഞിട്ട് പോയാലോ? തലവേദന എടുക്കുന്നുണ്ടല്ലോ ദൈവമേ. അയ്യോ സാറേ, എന്ത് പറ്റി? ഞാൻ പിടിക്കണോ? ഓഫീസ് റൂമിൽ കൂടെ ആക്കണോ? വേണ്ട, ഞാൻ പൊക്കോളാം. ആദം വന്നു. എന്താ അത് ഇങ്ങനെ നോക്കുന്നത്? ഞാൻ പൊക്കോട്ടെ? അത് പ്ലീസ്. എന്തായി കാണിക്കുന്നത്? എനിക്ക് വീട്ടിൽ പോകണം. ഹലോ, ഐ നീഡ് ദിസ്, ഐ നീഡ് യു. അത് സ്റ്റോപ്പ് ദിസ്. ഇങ്ങനെ ബിഹേവ് ചെയ്യില്ല. നമ്മൾ ചെയ്യുന്ന തെറ്റ്. തല കറങ്ങുന്നുണ്ട്. I will take care of you. Stay with me.
ഞാൻ കുറേ നേരമായിട്ട് ഹലേനെ ട്രൈ ചെയ്യുക, പക്ഷെ അവൾ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. പിന്നീച്ച നമുക്ക് വീട്ടിലേക്ക് പോയാലോ? ഒരു ദിവസം നിനക്കൊക്കെ ഹലേനെ കാണാതിരിക്കാൻ പറ്റത്തില്ലേ? എന്തായാലും ഇവിടെ പരിപാടി തീരുന്നത് വരെ ആരും ഇങ്ങോട്ടും പോകുന്നില്ല കേട്ടോ. എലിസബത്ത്, നിനക്ക് ഒരു ദിവസമെങ്കിലും കുട്ടികളോട് വഴക്ക് പിടിക്കാതിരിക്കാൻ പറ്റത്തില്ലേ? നീ ഇങ്ങ് വന്നേ, നിന്നെ കാണാൻ വെളിയിൽ ഒരാൾ വന്ന് നിൽപ്പുണ്ട്. എന്നെ കാണാനോ? അതാരും ഈ സമയത്ത്? ഇവിടെ ഇവളെ ചുറ്റിക്കറങ്ങുന്ന കണ്ടിട്ടാ എന്നെ സെക്യൂരിറ്റി ഗാർഡ് വിളിച്ചത്. അന്നേരം വേണ്ട വിധത്തിൽ ചോദിച്ചപ്പോൾ കാര്യം പറഞ്ഞു. ഞാൻ വളർത്തി എൻ്റെ മക്കൾ വഴിതെറ്റിപ്പോയിട്ടില്ലെന്നാണ് എൻ്റെ വിചാരം. എലിസബത്തെ, നിനക്കിവിടെ അറിയാവോ? ഇല്ല അപ്പ, പക്ഷെ എനിക്ക് ഇതാരെന്ന് അറിയത്തില്ല.